ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ചൂട്ടുപടയണിയോടെ കുട്ടനാട്ടിലെ നീലമ്പേരൂർ പടയണിക്ക് തുടക്കമായി. ഈ മാസം 21 വരെയാണ് നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി അരങ്ങേറുന്നത്. ഒരു ദേശത്തിന്റെ ഐശ്വര്യത്തിനായി ഗ്രാമം ഒന്നാകെ നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണിത്. ഇത്തവണ പൂരം പടയണിക്ക് 2 വലിയ അന്നങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട്. ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ നടന്ന 40ാമത് സന്തോഷ് ട്രോഫി ജലോത്സവം ആയിരങ്ങൾക്ക് ആവേശമായി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ അമ്പലക്കടവൻ ഹാട്രിക് വിജയം നേടി. വെട്ടത്തേരി ബോട്ട് ക്ലബാണ് ഈ വള്ളം തുഴഞ്ഞത്. ചെന്നിത്തല വില്ലേജ് ബോട്ട് ക്ലബിന്റെ ജയ്ഷോട്ട് 2ാം സ്ഥാനവും നേടി. വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിൽ JP കരിപ്പുഴ 1ാം സ്ഥാനവും പുന്നത്ര പുരയ്ക്കൽ 2ാം സ്ഥാനവും നേടി. ഇരുട്ടുകുത്തി വിഭാഗത്തിൽ ഡാനിയൽ 1ാം സ്ഥാനവും ശ്രീഭദ്ര 2ാം സ്ഥാനവും നേടി. വള്ളംകളിയോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജലോത്സവത്തിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MPയും നിർവഹിച്ചു. ചാരുംപോട് പാറ്റൂർ ഗ്രാമസേവനി ലൈബ്രറിയുടെ 70ാമത് വാർഷികവും ഓണാഘോഷവും നടന്നു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ നൂർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ആദരിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടിയും ലൈബ്രറി ഒരുക്കിയിരുന്നു. മന്ത്രി P. പ്രസാദിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പട്ടണക്കാട് അത്തിക്കാട് സംഗമം കലാവേദിക്ക് അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി P. പ്രസാദ് ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഗമം പ്രസിഡന്റ് PD ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിനിധി സമ്മേളനം ഈ മാസം 10 രാവിലെ 10:45 കളർകോട് കാനൻ രാജേന്ദ്രൻ നഗറിൽ ദേശീയ ജനറൽ സെക്രട്ടറി TD രാജ ഉദ്ഘാടനം ചെയ്യും. മതനിരപേക്ഷതയും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ വൈകിട്ട് നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും എന്ന വിഷയം മുരളി തുമ്മാരുകുടി അവതരിപ്പിക്കും. 11-നും 12-നും പ്രതിനിധി സമ്മേളനം തുടരും. 12-ന് റെഡ് വാളണ്ടിയർ പരേഡും പൊതുസമ്മേളനവും ആലപ്പുഴ കടപ്പുറത്ത് നടക്കും. വയലാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കേരള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ മൈക്രോ ക്രെഡിറ്റ് വായ്പയായി 2.9 കോടി രൂപ വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോർപ്പറേഷൻ ചെയർമാൻ K. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. 22 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കാണ് വായ്പ നൽകിയത്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 52 കുടുംബങ്ങൾക്കും അഗതി ആശ്രയ പദ്ധതിയിൽപ്പെട്ട 206 കുടുംബങ്ങൾക്കും പഞ്ചായത്ത് ഓണക്കിറ്റും വിതരണം ചെയ്തു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ ജംഗ്ഷൻ മുതൽ തുറവൂർ വരെയുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട ദേശീയപാത അതോറിറ്റി ചെയർമാന് കത്ത് നൽകിയതായി MP അറിയിച്ചു. പുന്നപ്ര ജ്യോതി നികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 50ാമത് സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി. എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് വിജയിച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴ കോഴിക്കോടിനെയും പരാജയപ്പെടുത്തി. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ആയിരുന്നു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. മികച്ച കളിക്കാരായി ആൺകുട്ടികളിൽ ആലപ്പുഴയുടെ റെക്സൻ ആന്റണിയും പെൺകുട്ടികളിൽ കോഴിക്കോടിന്റെ K. അക്ഷരയും തെരഞ്ഞെടുത്തു. ഓണത്തെ വരവേൽക്കാൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസുകാർ നട്ട ബന്ദിച്ചെടികളുടെ വിളവെടുപ്പ് നടന്നു. സ്റ്റേഷൻ പരിസരത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് മാർട്ടിൻ, ND ഷിമ്മി, സംസ്ഥാന മത്സ്യഫെഡ് അംഗം രാജേഷ്, കർഷകൻ KP പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.